ഫ്രണ്ട്സ്, വോയിസ് ഓഫ് ട്രാവൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്തനംതിട്ട KSRTC സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ. ഓടനടി എന്ന സിനിമയിലൂടെ പ്രശസ്തമായ ഗവിയിലെ അതിമനോഹര കാഴ്ചകൾക്കായി റെഡിയായി നിൽക്കുകയാണ്. ഈ കാന്റീനിൽ നിന്നും ഒരു ചായ കഴിച്ചിട്ടാവാം ഇനി യാത്ര. ചായ കുടിച്ചു കഴിഞ്ഞു. ഗവി വഴി കുമളിക്ക് പോകുന്ന ഈ ബസ്സാണ് നമുക്ക് പോകാനുള്ള ബസ്. 12:30 ഈ ബസ് ഇവിടുന്ന് പുറപ്പെടുക. അങ്ങനെ ബസ്സിൽ കയറി ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡ് സീറ്റ് തന്നെ കിട്ടി. നമ്മുടെ ബസ് ഇതാ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്ക് KSRTCയുടെ 3 സർവീസുകളാണുള്ളത്. ഒന്ന് പുലർച്ചെ 5:30, അടുത്തത് 6:30, പിന്നെ മൂന്നാമത്തെ ട്രിപ്പ് ഉച്ചയ്ക്ക് 12:30. പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്കുള്ള ദൂരം ഏകദേശം 96 കിലോമീറ്റർ ആണുള്ളത്. ടിക്കറ്റ് ചാർജ് 153 രൂപ. എന്നാൽ ഈ ബസ് പത്തനംതിട്ടയിൽ നിന്നും കുമളിക്ക് പോകുന്നതാണ്. ടിക്കറ്റ് ചാർജ് 208 രൂപയാണ്. അതുപോലെ KSRTCയുടെ കുമളിയിൽ നിന്നും ഗവിയിലൂടെയുള്ള പത്തനംതിട്ടയിലേക്കുള്ള സർവീസ് പുലർച്ചെ 5:30 ആരംഭിക്കുന്നു. KSRTCയുടെ ഏറ്റവും ദൈർഘ്യമുള്ള കേരളത്തിലെ കാനന പാതയിലൂടെയുള്ള സർവീസാണിത്. ഏകദേശം 69 കിലോമീറ്ററും 3 മണിക്കൂർ സമയവും വേണം. 5 ഡാമുകൾ ഈ യാത്രയിൽ നമുക്ക് കാണാം. അതിൽ 4 ഡാമുകൾക്ക് മുകളിലൂടെയാണ് നമ്മുടെ യാത്ര എന്നതാണ് സവിശേഷത. മൂഴിയാർ ഡാം, കക്കി ഡാം, ആനത്തോട് ഡാം, പമ്പ ഡാം, ഗവിയാർ ഡാം എന്നിവയാണവ. ഈ ഡാമുകൾക്ക് മുകളിലൂടെയുള്ള യാത്ര വേറൊരു ലെവല് തന്നെയാണ്. ഗവി പലതരം സസ്യങ്ങളാലും പക്ഷികളാലും മൃഗങ്ങളാലും സമൃദ്ധമാണ്. ഏലത്തോട്ടങ്ങളും സമതലങ്ങളും പുൽമേടുകളും കുന്നുകളും വെള്ളച്ചാട്ടങ്ങളും ചോലക്കാടുകളും വംശനാശം നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളും വരയാടുകളുമൊക്കെ ഗവിയിലെ വിസ്മയ കാഴ്ചകളാണ്. കേരളത്തിലെ പല ഭാഗത്തു നിന്നും പത്തനംതിട്ടയ്ക്ക് ബസ് സർവീസ് ഉണ്ട്. പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴി KSRTC സർവീസ് നടത്തുന്നത് കട്ചേസ് ബസ്സുകൾ ഉപയോഗിച്ചാണ്. കുമളിയിൽ നിന്നുമാണ് കൂടുതൽ ആളുകൾ ഗവി കാണാൻ വരുന്നത്. കുമളിയിൽ നിന്നും പുലർച്ചെ 5:30 പത്തനംതിട്ടയ്ക്ക് പുറപ്പെടുന്ന ബസ്സിൽ കയറിയാൽ രാവിലെ 6 മണിക്ക് തന്നെ കാടിനുള്ളിൽ പ്രവേശിക്കുന്നതിനും വന്യമൃഗങ്ങളെയും പക്ഷികളെയും മറ്റും കാണാം എന്നതുകൊണ്ടാണത്. നമ്മുടെ ഈ ബസ് പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട് ചിറ്റാർ, ആങ്ങാമൊഴി ചെക്ക് പോസ്റ്റ് കടന്ന് ഗവിയിലൂടെ വണ്ടിപ്പെരിയാറിൽ പോയി കുമളിയിൽ എത്തിച്ചേരുന്നു. നമ്മളിതാ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ചെക്ക് പോസ്റ്റിലൂടെ മാത്രമേ സ്വകാര്യ വാഹനങ്ങളെ കടത്തിവിടുകയുള്ളൂ. ഒരു ദിവസം ഏകദേശം 35 വാഹനങ്ങളെ കടത്തിവിടുകയുള്ളൂ. നമ്മുടെ ഈ യാത്രയിൽ ആങ്ങാമൊഴി കഴിഞ്ഞിട്ടാണ് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വരുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്കുള്ള യാത്രയിൽ ആങ്ങാമൊഴി എത്തുമ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്പസമയം വണ്ടി നിർത്തിയിടുന്നത്. പിന്നെ അടുത്തൊന്നും ഹോട്ടലുകളില്ല. ഒരുപാട് സമയം കഴിയും ഭക്ഷണം കഴിക്കാൻ. അതുകൊണ്ടാണ് KSRTCയുടെ ടൂറിസത്തിന്റെ ഭാഗമായുള്ളതാണ് ഈ യാത്ര. കാടിനുള്ളിലൂടെ ഒരു ദിവസം കാഴ്ചകൾ കണ്ടും ബോട്ടിങ്ങും ഭക്ഷണവും ഉൾപ്പെടെയുള്ള ടൂർ പാക്കേജുകളും KSRTC നടപ്പിലാക്കുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഗവി ടൂറിസ്റ്റ് പാക്കേജ് നടത്തുന്നുണ്ട്. കാടിനുള്ളിലെ താമസം, ബോട്ടിംഗ്, ട്രക്കിംഗ്, പിന്നെ ഫുഡും അടങ്ങിയതാണ് ഈ പാക്കേജ്. പെരിയാർ ടൈഗർ റിസർവിന്റെ വെബ്സൈറ്റിൽ ഈ പാക്കേജുകൾ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റും. പത്തനംതിട്ടയിൽ നിന്നും കുമളിയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ആദ്യം കാണുന്ന ഡാമാണ് മൂഴിയാർ ഡാം.
പത്തനംതിട്ടയിലെ സീതത്തോട് പഞ്ചായത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. 1999 ഈ ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഇതൊരു ഗ്രാവിറ്റി ഡാമാണ്. അങ്ങനെ നമ്മളുടെ ബസ് ഇതാ മൂഴിയാർ ഡാമിന് മുകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിൽ നിന്നുള്ള കാഴ്ച വല്ലാത്തൊരു ഫീൽ തന്നെ. KSEBയുടെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ ഡാമുകളെല്ലാം. ഗവിയിലേക്കുള്ള യാത്രയിൽ ഈറ്റക്കാടുകൾ നമുക്ക് കാണാം. ആനകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇനമാണ് ഈറ്റ. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് ഈ കാണുന്നത്. KSEB നിരോധനം ഏർപ്പെടുത്തിയ സ്ഥലമാണിത്. അകത്തേക്ക് പ്രവേശനമില്ല. ഇവിടെ കക്കി ഡാമിന്റെ റിസർവോയർ കാണാൻ പറ്റുന്ന അടിപൊളി വ്യൂ പോയിന്റിൽ നമ്മുടെ ബസ് നിർത്തിയിരിക്കുന്നു. കണ്ടില്ലേ, റിസർവോയറിന്റെ മറുകര മനോഹരമായ പച്ച വിരിപ്പിട്ട കുന്നാണ്. ഈ പ്രകൃതി ഭംഗിയിൽ അങ്ങനെ മതിമറന്നിരിക്കുമ്പോൾ ഒരു മനോഹര ഗാനം ഓർമ്മ വരുന്നു. ഈ യാത്രയിലെ രണ്ടാമത്തെ ഡാമായ കക്കി ഡാമിന്റെ മുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് 1966 ഈ ഡാം പണി പൂർത്തിയാക്കിയത്. വളരെ ഉയരത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ഡാമാണിത്. മകരജ്യോതി തെളിയിക്കുന്ന മല കക്കി ഡാമിന്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത.
അങ്ങനെ നമ്മളിപ്പോൾ മൂന്നാമത്തെ ഡാമായ ആനത്തോട് ഡാമിന്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയിരത്തി 1967 ഈ ഡാം പണി കഴിപ്പിച്ചത്. ഈ ഡാമിന്റെ മുകളിൽ നിന്ന് ഏത് ഭാഗത്തേക്ക് നോക്കിയാലും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കിയാട്ടെ, വെള്ളത്തിന്റെ നീല നിറവും ആ പച്ചവിരിപ്പെട്ട കുന്നുകളും എന്തൊരു ഭംഗിയാ. ഡാമിന്റെ ലോങ് വ്യൂ സൂപ്പർ അല്ലേ? KSRTC ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരത്തെ തന്നെ സ്റ്റാൻഡിലെത്തി ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്താലും മതി. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഗവി യാത്രയിൽ അല്പം ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പോകുന്നതിന് 4 ദിവസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. വനത്തിനുള്ളിലേക്കുള്ള പ്രവേശന സമയം രാവിലെ 8:30 മുതൽ 11 മണി വരെയാണ്. പോകുന്ന വഴിയെ തന്നെ തിരിച്ചു പോരാൻ കഴിയില്ല. 5:30 വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പുറത്തു പോകണം. സ്വകാര്യ വാഹനങ്ങളിൽ പോകുന്നവർ ഭക്ഷണം കയ്യിൽ കരുതുക. ഭക്ഷണ സാധനങ്ങളുടെ വേസ്റ്റുകളൊന്നും തന്നെ വനത്തിനുള്ളിൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒറ്റയ്ക്കുള്ള യാത്ര ഇവിടെ അനുവദിക്കില്ല. അതുപോലെ 2 വീലറിലും 3 വീലറിലും ഹെവി വാഹനങ്ങളിലും ഉള്ള യാത്ര ഇവിടെ അനുവദിക്കില്ല. നമ്മളങ്ങനെ ഗവി ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബസ് അങ്ങനെ കൊച്ചു പമ്പയിൽ എത്തിയിരിക്കുകയാണ്. KCBയുടെ ക്യാൻറ്റീനിൽ നിന്നും ചായ കഴിക്കാൻ വേണ്ടി ബസ് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും യാത്ര തുടരാം. നമ്മുടെ ഈ യാത്രയിൽ 4 ഡാമിന് മുകളിലൂടെയും 1 ഡാമിന് സൈഡിലൂടെയുമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ടാണ് പമ്പ ഡാം. 1967 പമ്പ ഡാം പണി പൂർത്തിയാക്കിയത്. ഈ ഡാമിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ ഗവിയിൽ എത്തിച്ചേർന്നു. മനുഷ്യവാസമുള്ള സ്ഥലമാണ് ഇവിടം. ഗവിയിൽ വസിക്കുന്നവരിൽ ഭൂരിഭാഗവും ശ്രീലങ്കയിൽ നിന്നും കുടിയേറിയ തമിഴ് വംശജരാണ്. ചെറിയ ഗ്രാമമാണ് ഗവി. ചെറിയ ചെറിയ വീടുകളും തടാകങ്ങളും പുഴകളും മൈതാനവും ഈ യാത്രയിൽ നമുക്കിവിടെ കാണാം. വലതുവശത്തുകൂടി ഏകദേശം 6 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മീനാർ ഡാം എന്ന പേരിൽ മറ്റു 2 ഡാമുകൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഗവിയാർ ഡാമിനോട് ചേർന്നുള്ള പാർക്കാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ 5ാമത്തെ ഡാമായ ഗവിയാർ ഡാമിന്റെ മുകളിലൂടെയാണ് പോകുന്നത്. 1990 ഈ ഡാം പണി കഴിപ്പിച്ചത്. ഗവിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ വണ്ടിപ്പെരിയാർ വഴി കുമളിയിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.
മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ചാനലിന്റെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും വാട്സപ്പ് ചാനലിന്റെയും ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അതിൽ കയറി ഞങ്ങളോടൊപ്പം ചേരുക. കൂടാതെ നമ്മുടെ യാത്രയ്ക്കിടെ കണ്ടുകിട്ടുന്ന രസകരമായ കാഴ്ചകൾ ഷോർട്സുകളായി ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കയറി ഞങ്ങളോടൊപ്പം ചേരുക. ബൈ. താങ്ക് യു.